ഹലോ, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് പഴയ നോട്ടുകളുടെ കളക്ഷൻസ് നിങ്ങളെ കാണിക്കാനാണ്. പഴയ നോട്ടുകളുടെ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിരോധിച്ച 500-ൻ്റെയും 100-ൻ്റെയും 2000-ൻ്റെയും ഒക്കെ നോട്ടുകളാണെന്ന്. ഒരിക്കലും അല്ല. നിരോധിച്ച നോട്ടുകളല്ല. നിരോധിച്ച നോട്ടുകൾ ഞാൻ എടുത്തു വെക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല എടുത്തു വെക്കാനായിട്ട്. ആ സമയത്ത് ഭയങ്കര സാമ്പത്തികമായിട്ടുള്ള ടൈറ്റായിട്ടുള്ളതിനാൽ ഒന്നും തന്നെ കിട്ടിയില്ല. ഉള്ള നേരത്തിന് കയ്യിലുള്ളതൊക്കെ കൊടുത്ത് മാറ്റാനാണ് നോക്കിയത്. എടുത്തു വയ്ക്കാനുള്ള ആ ഒരു മൈൻഡ് പോയില്ല. അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിലുള്ള പഴയ രൂപയുടെ കളക്ഷൻസ് കണ്ടാലോ. ഇതാ, അപ്പോൾ ഈ ഒരു കവറിലാണ് ഞാൻ എൻ്റെ ID കാർഡ്, ആധാർ കാർഡ്, ATM കാർഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെയാണ് ഞാൻ എൻ്റെ പഴയ നോട്ടുകളുടെ കളക്ഷൻസൊക്കെ വച്ചിരിക്കുന്നത്. പഴയ നോട്ടുകളുടെ കളക്ഷൻസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എൻ്റെ കയ്യിൽ ഒരുപാട് പഴയ നോട്ടുകളുണ്ടെന്ന്. ഒന്നുമില്ല കേട്ടോ, കുറച്ച് പൈസയുള്ളൂ. അപ്പോൾ ഉള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഈ ഒരു പുറംചട്ടയുടെ ഈ ഒരു സംഭവമൊക്കെ പൊളിഞ്ഞു പോയി. വർഷങ്ങളുടെ പഴക്കൊണ്ട് ഒരു 10-15 വർഷമൊക്കെ പഴക്കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ രൂപയുടെ കളക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഓരോന്നായിട്ട് ഞാൻ എടുത്ത് കാണിക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വീണ്ടും 2 രൂപ കിട്ടിയിരുന്നു. അപ്പോൾ ഇത് ബസ്സിന്നോ മറ്റോ എന്തോ എവിടെ നിന്നോ ബാലൻസ് കിട്ടിയതാണ്. 5 കോയിനില്ലാണ്ട് അവർ ഒഴിവാക്കാൻ വേണ്ടി തന്ന സംഭവമാണ്. പക്ഷെ ഞാനത് വേറെയൊക്കെ കൊടുത്ത് ഒഴിവാക്കാൻ നിന്നില്ല. ഞാനത് എൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയതായിട്ട് കിട്ടിയ ലേറ്റസ്റ്റായിട്ട് കിട്ടിയ 5 രൂപയുടെ 2 നോട്ടുണ്ട്. ഇത് നമ്മുടെ ID കാർഡ്, ഫോട്ടോസ്, ആധാർ കാർഡ്, പാൻ കാർഡ് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇത് ഈ കോലായിപ്പോയി, അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കണ്ട. ആദ്യം നമുക്ക് എന്താ കാണണ്ടേ, 50 രൂപ ആണ്. വലിയ നോട്ടിൽ നിന്ന് തുടങ്ങാം. നമുക്ക് പഴയ 50-ൻ്റെ നോട്ട് കാണണ്ടേ. അപ്പോൾ അത് പഴയ 50-ൻ്റെ നോട്ട് എന്ന് പറയാനായിട്ട് എൻ്റെ കയ്യിൽ 2 എണ്ണമാണുള്ളത്. ഇതാണ് നമ്മുടെ പഴയ 50-ൻ്റെ നോട്ട്. കണ്ടോളൂ, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. കാണാത്തവരാരും ഇല്ലയെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് ഇപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പുതിയ 50-ൻ്റെ പച്ചക്കളറോ നീല പെയിൻ്റൊക്കെ അടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള 2 50 രൂപ. ഓക്കെ, അതുകൊണ്ടല്ലോ 50 രൂപ കഴിഞ്ഞാൽ പിന്നെ പണ്ടെന്നല്ല ഇപ്പോഴും നമുക്ക് 20 രൂപ തന്നെയാണുള്ളത്. അപ്പോൾ അതും എനിക്ക് 2 എണ്ണം കിട്ടിയിരുന്നു. ഇതാണ് നമ്മുടെ പഴയ 20 രൂപ നോട്ട് എന്ന് പറയുന്നത്. ഇനി പഴയ 20 രൂപ നോട്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. ഇതാണ് നമ്മുടെ പഴയ 20 രൂപ നോട്ട് എന്ന് പറയുന്നത്. ഇതും എൻ്റെ കയ്യിൽ 2 എണ്ണം കിട്ടിയിട്ടുള്ളൂ. പിന്നെ 20 രൂപ കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 10 രൂപയുടെ നോട്ടാണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് 10 രൂപയുടെ നോട്ടാണ്. അതിൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. കുറേ മീൻസ് നമുക്ക് എണ്ണി നോക്കാം എത്ര എണ്ണമാണുള്ളതെന്ന്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്നത് നേപ്പാൾ മണിയാണ്. നേപ്പാൾ മണി 10 രൂപയാണ്. ഇന്ത്യൻ രൂപ 10-നേക്കാളും തീരെ കുറവാണ്. ഏകദേശം കുറച്ച് ഒരു 6 രൂപ അങ്ങനെ 6-7 രൂപയൊക്കെ വരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ 10 രൂപയുടെ മൂല്യം എന്ന് പറയുന്നത് ഇത് നേപ്പാൾ മണിയാണ് കേട്ടോ. ഈ നേപ്പാൾ മണി എനിക്ക് ഇവിടെ ഒരു ഹിന്ദിക്കാരൻ പയ്യൻ തന്നതാണ്. ആ പയ്യൻ UP സ്വദേശിയായിരുന്നു. അപ്പോൾ ഒരു 2 വർഷത്തിന് മുമ്പ് ആ പയ്യൻ എനിക്ക് തന്നതാണ്. അതും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കാണാൻ പോകുന്നത് നമ്മൾ ഇന്ത്യയുടെ പഴയ 10 രൂപയാണ്. ഇന്ത്യയുടെ പഴയ 10 രൂപ എന്ന് പറയുമ്പോൾ ഈ ഒരു മോഡൽ ആണ് നമ്മുടെ പഴയ 10 രൂപ. പുതിയതായിട്ട് ഇറങ്ങിയ 10 രൂപ. പിന്നെ വരുന്നത് അത് തന്നെ കുറച്ചുകൂടി പഴയതാണ്. അതുപോലത്തെയാണ്. പക്ഷേ ഇതെല്ലാം വേറൊരു 10 രൂപ ഉണ്ടായിരുന്നു, അതിൻ്റെ കയ്യിലില്ല. അതാണ് ശരിക്കും പഴയ 10 രൂപ എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് കിട്ടിയിട്ടില്ല. ആ 10 രൂപ കഴിഞ്ഞിട്ട് പിന്നെ വന്ന 10 രൂപയാണ് ഈ കാണുന്നത് എന്ന് പറയുന്നത്. 10 രൂപ എപ്പോഴെങ്കിലും ഇനി കറങ്ങി തിരിഞ്ഞ് വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പഴയ ആളുകളുടെ ആർക്കിടെയെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാതെ കിട്ടിയാലുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ അറിയുന്നവരാരും പഴയ രൂപ ഒന്നും തരത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ 5 രൂപ എന്ന് പറയുന്നത്, പഴയ 5 രൂപ എന്ന് പറയുന്നത്. ഇത് 5 രൂപയുടെ പുതിയ നോട്ടുകളാണ്. ഇത് നിങ്ങളെല്ലാവരും മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇത് നമ്മുടെ പഴയ 5 രൂപ. ഇതും അത് തന്നെ. പിന്നെ നമുക്ക് വരുന്നത് പഴയ
ഏറ്റവും പഴയ 5 രൂപ എന്ന് പറയുന്നത് ഒരു 3 എണ്ണമാണ് എൻ്റെ കയ്യിലുള്ളൂ. ഇതാണ് ഏറ്റവും പഴയ 5 രൂപയുടെ നോട്ട് എന്ന് പറയുന്നത്. ഇത് 3 എണ്ണം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ 5 രൂപേനേക്കാളും പിന്നെ കുറവ് വരുന്നത് നമുക്ക് പണ്ടത്തെ 2 രൂപയാണ്. അപ്പോൾ പണ്ടത്തെ പഴയ 2 രൂപയുടെ നോട്ടാണിത്. കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ. ഇതെൻ്റെ കയ്യിൽ ഒരെണ്ണേ ഉള്ളൂ മരുന്നിന്. പിന്നെ നമുക്ക് വരുന്നത് 1 രൂപയുടെ നോട്ടാണ്. 1 രൂപയുടെ നോട്ടുകൾ പുതിയത് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ആ നോട്ടുകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ 1 രൂപയുടെ പുതിയ നോട്ടുകളാണ്. ഇത് കുറച്ചുണ്ട്, ഒരു 5-8 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് 1 രൂപയുടെ നോട്ടാണ്, കണ്ട കുറച്ചുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും പഴയ 1 രൂപയുടെ നോട്ട് എന്ന് പറയാനായിട്ട് എൻ്റെ കയ്യിൽ ആകെ ഒരെണ്ണം ഉള്ളൂ. അതും മരുന്നിന് കിട്ടിയതാണ്. അപ്പോൾ ഏറ്റവും പഴയ 1 രൂപയുടെ നോട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമുക്ക് ഒന്നുള്ളൂ, മരുന്നിന് എന്ന പോലെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ കയ്യിലുള്ള പഴയ നോട്ടുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ.